You can see the smoke actually, see. Putting fire 3 places, okay? Here also, see. Okay? Like this, these criminals are actually polluting the environment, okay? I don't know. All the day these criminals will be putting fire. See, 3 people today, 3 at 3 places. From here one, you can see that, okay? Smoke is going up. And that one is different. This one is different. This is different, okay? This is different. That spreading one is different. And this one is different. Like this, these criminals are doing, you know. I'm Deepa S. Manikar here inside my house, and these criminals will spray smoke inside my house to burn my skin along with poisonous gas like methyl isocyanate, organophosphate, and such type of poisonous gas which will burn our skin. ഭയങ്കര രോഗമാണ് ഇവർക്ക്. ഇങ്ങനെ സൈക്കോപാത്തും കുറേ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളെ ഇങ്ങനെ എന്താണ് നമ്മുടെ സ്കിന്നൊക്കെ കറുപ്പിച്ച് ഇങ്ങനെ ഡ്രാമ എടുക്കാനാണ്, ഇങ്ങനെ ആൾമാറാട്ടം നടത്താൻ. ഒരു 80 വയസ്സുള്ള ഒരു കിളവി ഇവിടെ ഉണ്ട്, ശ്രീലത എന്ന് പറഞ്ഞിട്ടൊരു സദാനന്ദ മന്ദിരത്തിലെ അവൻ്റെ പെണ്ണുപിള്ള. അവളിങ്ങനെ എന്തുവാ, എന്നെ കത്തി മൂത്ത മോനുണ്ട്, അവൾ ഞാനായിട്ട് അങ്ങ് അഭിനയിക്കുക. അവൾക്ക് പെരുത്ത വണ്ണമാണ്. അങ്ങനെയാണ് നമ്മളെ ബ്ലോട്ടിങ് ഗ്യാസൊക്കെ അടിച്ച് വീർപ്പിക്കുന്നത്. നമ്മളിപ്പം ആഹാരമേ കഴിക്കാറില്ല, വളരെ കുറച്ച് ആഹാരമേ കഴിക്കത്തുള്ളൂ. ഫുഡ് രാവിലത്തേത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പ്ലസ് ഷുഗർ ഉപയോഗിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, ഒന്നുമില്ല. ഗ്യാസിൻ്റെ ഫോംസ് ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. ഗ്യാസ് ഉണ്ടാവുമെന്ന് പറയുന്നത്, ചായ കുടിച്ചാൽ ഗ്യാസ് ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കുന്നില്ല. ഹാബിറ്റ്സൊക്കെ നമ്മൾ നല്ല മിടുക്കിയാണ്. ഹാബിറ്റ്സൊക്കെ അങ്ങോട്ട് എന്താ പറയുന്നത്, അങ്ങ് ഇല്ലാതെയാക്കാൻ. ഹാബിറ്റ്സിനെയൊക്കെ വലിച്ചെറിയുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട്. കണ്ടില്ലേ, ഇവിടെയാണ് പുകയിടിയിലാണ്. പുകയിട്ട് ഇങ്ങോട്ട് പുകയടിക്കുക ജോലി. കുറേ ക്രിമിനൽസ് ഉണ്ട് ഇങ്ങനെ, പല പല രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് നടക്കുക ഇവന്മാർ. സർവ്വെടുത്തും ഇതാക്കുക എന്നില്ല. അതാണ് SNDP എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഇതാണ് 323 SNDP. നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് SNDP ടവർ എന്ന് പറയുന്നത്. ഇതാണ് SNDP ടവർ, അറിയാമല്ലോ. ഇതാണ് മൈക്കെന്ന് പറയുന്നത്, SNDPയുടെ മൈക്ക്, കണ്ടില്ലേ. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് മൈ ഹൗസ്. ആദ്യത്തെ വീടാണ്. ലെഫ്റ്റ് സൈഡിലാണ് മേഫെയറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മേഫെയർ എന്ന് പറയുന്ന ഒരു ബാറാണ്. ഒക്കെ ഡീറ്റെയിൽ ഓലകെട്ടിയമരമാണിത്. ഭരണിക്കാവ് വില്ലേജാണ്, ഓക്കെ. അപ്പോൾ ഇന്ന് 20th ഡിസംബറാണ്. ഇന്ന് 5:57, ഏകദേശം 6 മണിയായി. ലോക്ക് ചെയ്യുവാണ് നമ്മൾ. ലോക്ക് ചെയ്തിട്ടല്ലോ. അപ്പോൾ ഇവിടെ എത്തി. ഇതാണ് എൻ്റെ വീട്, ഓക്കെ. നിങ്ങൾ കണ്ടല്ലോ SNDP ബിൽഡിങ്. അപ്പോൾ വേറെ ഇവിടെ ദീപ എസ് പണിക്കർ വേറെ എവിടെയൊക്കെയോ ആണ് നിങ്ങൾക്ക് കഥകൾ. ഒന്നും കഥകളൊക്കെ വെറും കള്ളക്കഥകളാണ്, മനസ്സിലായില്ലേ? വെറും കള്ളക്കഥകൾ. കണ്ടില്ലേ, മൈക്കൊക്കെ കണ്ട മൈക്ക് സെറ്റ് വെച്ചിരിക്കുന്ന സ്ഥലമാണിത്. SNDPയുടെ മൈക്ക് സെറ്റ് ഇരിക്കുന്നതാണ് ഇവിടെ, കണ്ട. ഇതാണ് SNDPയുടെ മൈക്ക് സെറ്റ് ഇരിക്കുന്നിടം. ഇതാണ് ഇത് ഓടിട്ട വീട്, പഴയ വീടാണ്, മനസ്സിലായില്ലേ? 1 നില ഓടിട്ട പഴയ വീട്. ഇതാണ് സഹദേവ മന്ദിരം. ഇതിൽ കൂടുതൽ ഇനി ഇതാണ് ഒരു ക്യാമറ എന്ന് പറയുന്നത്, മനസ്സിലായോ? ഇതാണ് 1 ക്യാമറ. ഇതാണ് ക്യാമറ. ഇത് ഇങ്ങനെ ഈ ക്യാമറയിലെയാണ് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുന്നത്. എപ്പോഴും കാണുമല്ലോ, അതാണ് ഇങ്ങനെയാണ് ഈ ക്യാമറ കാണുന്നത്. കണ്ടില്ലേ, കണ്ടോ? എക്സാക്റ്റ്, ഓക്കെ. ഈ കൈവരി ഒക്കെ കാണും. എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് കാണുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതാണ് എൻ്റെ ഹോൾ ക്യാമറ. ഇതാണ്, മനസ്സിലായില്ലേ? ഇത് ഇത്ര ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ എന്തൊക്കെയോ അങ്ങ് ഭയങ്കര
ഭയങ്കര ഡ്രാമാസ് ഇവന്മാർ നടത്തുന്നവന്മാരും അങ്ങനെ കള്ള ആൾക്കാർ, വെറും കള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? ആൾമാറാട്ടവും അങ്ങനെ പല പല തേർഡ് റേറ്റ് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നടക്കുന്ന തേർഡ് റേറ്റ് ബാസ്റ്റേർഡ്സ്. ആക്ച്വലി ദിസ് ഇസ് മൈ ഫാദർ. സഹദേവ മന്ദിരം യു ക്യാൻ സീ, കണ്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്? ഐ എം ഓൾവേസ് അപ്ലോഡിങ് തിങ്സ്. ഇതല്ലാതെ ഏതെങ്കിലും കണ്ടോ? പിന്നെ ഞാൻ നിൽക്കുന്ന വീട് ഏതാണെന്ന് വെച്ചാൽ അവിടെ കാണിക്കാറുണ്ട്. കണ്ടല്ലോ, ഇവിടെ നിന്നാലും ഈ ക്യാമറയിൽ നിന്നാലും ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ക്യാമറയിലും കാണുന്നത്. ഈ ക്യാമറയിൽ കാണുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനകത്ത് കിട്ടത്തില്ല. അതേ ഇങ്ങനെ, ഇങ്ങനെ നല്ല വൈഡായിട്ടുള്ള ഇതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കാണും. മനസ്സിലായില്ലേ? അപ്പം ഇതാണ്. ഓക്കെ, ഇതിനകത്തൊരു കള്ളവും ഇല്ല, അറിയാമല്ലോ. എന്നിട്ട് ഇവിടെ അങ്ങ് ഭയങ്കര കള്ളത്തരങ്ങളുടെ കഥകളങ്ങ് ഉണ്ടാക്കലാണ് പരിപാടി. എന്ത് കഥയുണ്ടാക്കാണ് ഇവന്മാർ? ഇവിടെയാണ് ഞാൻ ഉറങ്ങുന്നത്. ഈ കട്ടിലേക്ക് കിടന്നുറങ്ങും. അല്ലാതെ വേറെ ഉഗാണ്ടയിലെങ്ങും പോകാറില്ല. ഇവിടെ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഭയങ്കര എഡിറ്റിങ്ങും അതും ഇതുമൊക്കെ. എന്ത് എഡിറ്റിങ് നടത്തുകയെന്ന് അറിയത്തില്ല. ഐ എം ദീപ. എൻ്റെ പേര് ദീപായസ് പണിക്കർ എന്നാണ്. പിന്നെ എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ദീപായസ് പണിക്കർ അഡ്വക്കേറ്റാണ്, MBA കഴിഞ്ഞതാണ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ജോലികളിൽ നല്ല ശരിക്ക് ചെയ്ത് പഠിച്ചതാണ്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് അത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മുത്തൂറ്റിൽ ജോലി കിട്ടി. അതെനിക്ക് ഭയങ്കര രാത്രിയിലാണ് ഇവിടെ തിരിച്ചു വരുന്നത്. 9 മണിയാകുമ്പോൾ അവിടെ പഞ്ചിങ് ആയിരുന്നു, പഞ്ച് ചെയ്യണം. 9:05 നമ്മുടെ ഹാഫ് ഡേ ലീവ് ആവും. പിന്നെ 5:15 വരെയോ 5:30 വരെയോ കണ്ട് ഇരിക്കണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എവിടെയായിരുന്നു? പത്തിയൂരെന്ന് പറയുന്ന സ്ഥലമാണ്. പത്തിയൂരാണെന്ന് തോന്നുന്നു, മറന്നുപോയി. എന്തായാലും ശരി. അപ്പം ഭയങ്കര പന്ന സ്ഥലമാണ്, ഇൻറ്റീരിയർ പ്ലേസ് ആണ്. അവിടെ അങ്ങ് ഒരു മാനുമില്ല, മനുഷ്യനുമില്ല. ബസ് വളരെ കുറവാണ്. പിന്നെ 5:30 വരെ ഇരിക്കണം. പിന്നെ 5:30 വരെയും ആളിപ്പം കസ്റ്റമർ ഉണ്ടെങ്കിൽ, 5:30ക്ക് വരുന്ന ചില കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ എന്താ പറയുന്ന അന്നത്തെ ഡേ ബുക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ അതെല്ലാം ബാങ്കിങ് ഒക്കെ പഠിച്ചതാണ് അന്ന്, എന്തൊക്കെയാണ് ബാങ്കിലെ കാര്യങ്ങൾ. അപ്പം ഡേ ബുക്കൊക്കെ അപ്ലോഡ് ചെയ്ത് എല്ലാം കമ്പ്യൂട്ടർ വഴിയായിരുന്നു അന്നേ പണ്ടേ. അപ്പം അതൊക്കെ ശരിയാക്കി അപ്ലോഡ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ, വരാൻ പറ്റും. അപ്പോഴത്തേനും പിന്നെ 5:45, 6 ആവും. പിന്നെ നമുക്ക് ബസ് കിട്ടത്തില്ല. 8 മണിയാവും ഇവിടെ വരുമ്പം. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സമയമില്ല. കണ്ടില്ലേ? അപ്പം ഇവിടെ തുടങ്ങി, കേട്ടല്ലോ. ഇതാണ് മന്ദിരം. എനിക്ക് കള്ളം പറയേണ്ട യാതൊരു കാര്യവുമില്ല. വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾ തന്നെയാണ്, വളരെ സത്യസന്ധമായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇനിയിപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് റിസൈൻ ചെയ്തത്. അതിന് വേറെ എന്തൊക്കെയോ കഥകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള കഥകളൊക്കെ അങ്ങ് ഉണ്ടാക്കുമാർ. അങ്ങനെ കരിയർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒത്തിരി കാശൊക്കെ വാങ്ങിച്ച് പുട്ടടിച്ച് നടക്കുകയാണ്. ബിജു പി എന്ന് പറയുന്ന ക്രിമിനലും പ്രീത എസ് പണിക്കർ എന്ന് പറഞ്ഞൊരു ക്രിമിനലും ഉണ്ട്. പിന്നെ രാജമ്മ എന്നൊക്കെ പറയുന്നത് വെറും തേർഡ് റേറ്റ് കൾച്ചർലെസ് ബാസ്റ്റേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ കൾച്ചറേ ഇല്ലാത്ത കൾച്ചർലെസ് ബാസ്റ്റേഴ്സ്. പെണ്ണാണെന്നുള്ള വിചാരം പോലും ഇല്ല പെണ്ണുപിള്ളയ്ക്ക്. പെണ്ണാണെന്നുള്ള വിചാരം പോലും ഇല്ലാത്തൊരു തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ് ഈ രാജമ്മ എന്ന് പറയുന്നത്. അവൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ വെറും തേർഡ് റേറ്റ്, ബന്ധമില്ലാതെ അവൾ ഇരിക്കും. അങ്ങനത്തെ തെണ്ടിയാണ്. 88 വയസ്സായി കിളവി മുതുക്കി. പക്ഷെ ഒരു കിളവിയുടെ ഒരു ലക്ഷണവും ഇല്ല അവൾക്ക്. ഒരു തുണിയില്ലാതെയാണ്. ആണുങ്ങൾ ഇവിടെ വന്നാൽ പോലും അവൾ തുണിയില്ലാതിരിക്കും. അത്ര തേർഡ് റേറ്റ് ബാസ്റ്റേഡാണ്. ഇതുപോലത്തെ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങോട്ട് കെടുമ്പും കണി കണ്ട ഇവളെ കണി കണ്ട് എണീറ്റാൽ നമ്മൾ ജീവിതം നാശമാവും. പന്നച്ചി ഇവിടുന്ന് പറഞ്ഞവളെ വിട്ട് സത്യത്തിൽ. പിന്നെ നമ്മളെ വെച്ച് പല രീതിയിൽ നമ്മൾ എലിജിബിളാണെന്ന് അറിഞ്ഞ് നമ്മൾ കണ്ടല്ലോ, ഇതെല്ലാം അവർ ഇതാക്കി തന്നതാണ്. നമ്മൾ ആർക്കെയിൻ ഓവർസീസിൽ വഴി മുംബൈയിലെ ഒരു ഇതാണ് ഹേമ എന്ന് പറയുന്ന ഇവളാണ് ആദ്യമേ ഫ്രം ആർക്കെയിൻ. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഓവർസീസ് മുംബൈ മാലാഡ് വെസ്റ്റ്. ഇവളാണ് നമ്മളെ ഇതാക്കിയത്, ഡീല് ചെയ്തത് ഫസ്റ്റ്. ഓക്കെ, നമ്മൾ എലിജിബിൾ ആണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് 50,000 ആദ്യം നമ്മൾ പേ ചെയ്ത് എലിജിബിൾ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കാനഡയ്ക്ക് പോകാൻ എലിജിബിളാണ്, നമുക്ക് വർക്ക് വിസ കിട്ടും എന്ന് ഇതാക്കിയപ്പോഴാണ് ഇതെല്ലാം നമ്മൾ ഇതാക്കി വളരെ എല്ലാം നമ്മൾ ചോദിച്ച് ഇതാക്കിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പ്രോസസ്സിങ്. അങ്ങനെ നമ്മൾ എലിജിബിൾ ആണെന്ന് അറിഞ്ഞ് ബാക്കിയുള്ള കാശെല്ലാം കൊടുത്ത്
എന്നിട്ട് നമ്മളെ നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ച് നമ്മളെ എന്തുവാ നമ്മളുടെ ബിഹാഫിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളായിട്ടെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവർക്ക് കാശ് കൊടുക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ കാശെല്ലാം മോട്ടിച്ച് ഇവളുമാർ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇവളുമാരും ഈ ചെയ്തവളുമാരും ഒക്കെ ജന്മജന്മാന്തരം മുടിയത്തേ ഉള്ളൂ. ജന്മജന്മാന്തരം നശിച്ച് നാറാണക്കല്ല് വെച്ച് പോത്തേ ഉള്ളൂ. കണ്ടില്ലയോ, നമ്മുടെ കാശ് വാങ്ങിച്ച് എടുത്തതാ. നിങ്ങൾ നോക്ക്, ജന്മജന്മാന്തരം നശിച്ച് നാറാണക്കല്ല് വെച്ച് പോത്തേ ഉള്ളൂ. ജന്മജന്മാന്തരം ഇവളുമാർ അനുഭവിക്കും. ജോലിയില്ലാതെയും വേലയില്ലാതെയും കട്ടുമൂട്ടിച്ചും ജീവിക്കത്തേ ഉള്ളൂ ഇവളുമാർ, ഇതുപോലെ കള്ളികളായിട്ട്. അല്ലാതെ നേരെ ഒരു ജന്മം ഇവളുമാർക്ക് കിട്ടത്തില്ല. അതാണല്ലോ ഏറ്റവും കള്ളി ജന്മമായിട്ടേ ജനിക്കത്തുള്ളൂ. കള്ളികളായിട്ടേ ജനിക്കത്തുള്ളൂ ഇവളുമാർ, കള്ളികളായിട്ട്, മുതുകള്ളികളായിട്ട്. എങ്ങാണ്ട് മുതുകള്ളികളാണ്. എൻ്റെ കാശ് ഇത്രയും മൂട്ടിച്ചതാ. ഇത് പോരാതെ നമ്മൾ ബാംഗ്ലൂർ വരെ നമ്മൾ വിസയ്ക്ക് വേണ്ടി എംബസിയിൽ പോയി, കാനഡ എംബസിയിൽ പോയ ചിലവുകൾ, ട്രെയിൻ ടിക്കറ്റ്, റൂം ബുക്കിംഗ്, റൂം എടുത്തതിന്, നമ്മുടെ ഫുഡ്, ഇതെല്ലാം നമ്മൾ ചിലവാക്കി പോയതിൻ്റെത് 10,000 രൂപ ചിലവായി നമുക്ക്. അതെല്ലാം അങ്ങനെ പല പല കാര്യങ്ങൾ ഇവന്മാർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി. ഇവളുമാർ നമ്മളെ നശിപ്പിച്ച്, അങ്ങനെ പല രീതിയിൽ നമ്മളെ നശിപ്പിച്ച് ഇവളുമാർ. ഈ പ്രീതായസ് പണിക്കർ എന്ന് പറയുന്നവളും അവൾ കെട്ടിയവനെ വരെ നശിപ്പിച്ച് നാറാണക്കല്ല് വെച്ചവളാണ്. ഒരു പാവം പിടിച്ച തമിഴ് ബ്രാഹ്മണനെ കെട്ടി നശിപ്പിച്ച് അവൻ്റെ ജീവിതം നശിച്ച് നാറാണക്കല്ല് വെപ്പിച്ച് അവനെ കുത്തുവാള എടുപ്പിച്ച് കുത്തുവാള ഈ കെടുമ്പിനെ കെട്ടിയത് കാരണം അവനെ കുത്തുവാള എടുപ്പിച്ച് അവനുണ്ടായിരുന്ന 3.5 സെൻറ്റ് വരെ വിപ്പിച്ച് അവനെ ഒന്നുമില്ലാതാക്കി അവനെ ഒറ്റയ്ക്കാക്കി കൊന്ന് കെട്ടി തൂക്കിയവളാണ് ഇവള്. അത്ര തെമ്മാടിയാണ് ഇവള്, മനസ്സിലായില്ലയോ? അത്ര കേടിയാണ്. ഇങ്ങനെയാണ് ഇവരുടെ ടാക്ടിക്സാണ് ഇവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും ഡിവോഴ്സ് കഴിഞ്ഞ് നിങ്ങളെ ഒറ്റയ്ക്കാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോ. ഇതെല്ലാവർക്കുമായിട്ടുള്ള വാണിംഗ് ആണ്. നിങ്ങളെ പല രീതിയിൽ നിങ്ങൾക്ക് സ്ലോക്ടിങ് പോയിസണ് നിങ്ങളുടെ വെള്ളത്തിൽ, അത് പിന്നെ നിങ്ങളുടെ ഇതിലേക്ക് പോയിസണസ് ഗ്യാസ് നിങ്ങളുടെ മൂക്കിലേക്ക് അടിക്കുക, നിങ്ങൾക്ക് ശ്വാസമുട്ടലില്ലാത്ത ശ്വാസമുട്ടലൊക്കെ തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇവർ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ നമ്മുടെ ഫുഡിനകത്തൂടെ പല രീതിയിലുള്ള ഇത് തരും, പല രീതിയിലുള്ള സ്ലോക്ടിങ് പോയിസണ്. അതുപോലെ പഞ്ചസാരക്കകത്ത് ആസിഡ് ചേർക്കും, നമ്മുടെ പാൻക്രിയാസ് അടിച്ചു പോയി നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാൻ. അങ്ങനെ പല നിങ്ങളുടെ പഞ്ചസാര കുഴഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ പഞ്ചസാര നല്ല ക്രിസ്റ്റലായിട്ട് ഒന്നേ തൊടാതെ വീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പഞ്ചസാര കഴുകി ഉപയോഗിക്കുന്നതാണ്. ഞാനിപ്പോൾ പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല, നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ ശരീരം നന്നായി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഉള്ള കാര്യങ്ങൾ പറയുകയാണ്. അതുപോലെ കോക്കനട്ട് ഓയിൽ നമ്മൾ കഴിച്ചാൽ ഇവരുടെ ഇതാണ് എന്തോ വരുമെന്ന്. നമ്മളതുകൊണ്ട് കോക്കനട്ട് ഓയിലൊന്നും ഇപ്പോൾ വാങ്ങിക്കാറുമില്ല, ഉപയോഗിക്കാറുമില്ല. പക്ഷേ ഇവർ നമുക്ക് മറ്റേ സൺഫ്ലവർ ഓയിലിനകത്ത് അങ്ങനെ ഉണ്ട്, ഇതുണ്ട്, അങ്ങനെ ഒന്നുമില്ല. സൺഫ്ലവർ ഓയിലൊക്കെ വളരെ നല്ലതാണ്. സോയാ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മസ്റ്റേർഡ് ഓയിലൊക്കെ വളരെ വളരെ നല്ല ഓയിലാണ്. കേട്ടല്ലോ, കോക്കനട്ട് ഓയിൽ കഴിച്ചാൽ നമ്മളങ്ങ് എന്തോ ബ്ലോക്കൊക്കെ വരുമെന്ന് ഇവന്മാർ. എന്നിട്ട് നമുക്ക് പല രീതിയിലുള്ള ഇതൊക്കെ വരുത്തി നമ്മളെ ശരിയാക്കും. അതുപോലെ ഇവന്മാർ പല ടെക്നിക്സ് ഉണ്ട്, എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവന്മാർ അടിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെയാണ് പല രീതിയിൽ ഇവർക്ക് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഇതുണ്ട്. നമ്മൾ നല്ല പഠിക്കുന്ന എന്നെപ്പോലൊക്കെയുള്ള നല്ല എന്താ പറയുന്നത് പലതും നമ്മൾ പഠിച്ചതാണ്. പരീക്ഷ എഴുതുന്നതൊക്കെ പാസ്സാവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ പുറകിന് ഇനിയും ഇങ്ങനെ ഇത് പഠിക്കുക, അത് പഠിക്കുക, MBBS പഠിക്കുക, അങ്ങനെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞാൽ അവൾ ചോദിക്കുക ബിഫാമിന് ചേരുന്നോ? അവളൊരിക്കൽ ചോദിക്കുകയാണ് ഈ 2-3 വർഷം മുമ്പ്, നീ പോയി പഠിക്കടി, നീ തോറ്റ് തൊപ്പിയിട്ട് നടന്ന നീയല്ലയോ? 7 മണി മുതലേ കിടന്ന് ഉറങ്ങുന്നവളായിരുന്നു ഇവിടെ എങ്ങനെ ഏതാണ്ട് ഓൺലൈൻ ഏതാണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പീര് ഇതൊക്കെ ഉണ്ട് അവിടെ കയ്യിൽ. തട്ടിപ്പീര് സർട്ടിഫിക്കറ്റ്സ് അല്ല ഉള്ളത് അവിടെ കയ്യിൽ, തട്ടീര് സർട്ടിഫിക്കറ്റ്സ്. ഒരാളിങ്ങനെ ലിങ്ക്ഡിനിലൊക്കെ ഉണ്ടായിരുന്നു, ലിങ്ക്ഡിനിൽ. അപ്പം നമ്മളതിൽ ഇവളുടെ പ്രൊഫൈൽ നോക്കി, എന്നിട്ട് വേറൊരാളിനെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഓൺലൈൻ എന്തോ വാല്യൂ ഒന്നും ഇല്ലാത്തതാണെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവളുടെ പിന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവളെല്ലാം പൂട്ടിക്കെട്ടി വെച്ച്. അത്ര കള്ളിയാണ്, നമ്പർ 1 കള്ളിയാണ് ഇവള്. ഈ എല്ലാവരെയും ഒന്നും അറിയത്തില്ലേ, ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും അതും ഇതും എല്ലാം ഉണ്ട്. അത്ര കള്ളിയാണ് ഇവള് നടക്കുക, വലിയ ശമ്പളക്കാരിയാ, മറ്റേതാ മറിച്ചേതാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. കണ്ടല്ലോ, ഇതെൻ്റെ വീടാണ്, ഇവിടെയാണ് ഞാൻ.